അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കേരളം നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി പോലീസ്. ആ കമ്മ്യൂണിറ്റി പോലീസ് ജനമൈത്രി പോലീസ് അത് നല്ല പ്രയോജനം ചെയ്ത ഒന്നാണ്. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി അത് യാന്ത്രികമായ പ്രവർത്തനത്തിലേക്ക് ചുരുങ്ങുകയുണ്ടായി. വാസ്തവത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബീറ്റ് പോലീസാണ്. വീടുകളിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുക, പ്രായമായ ആളുകളെ സഹായിക്കുക, വിദേശത്തുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് സഹായം കൊടുക്കുക, അങ്ങനെ രോഗികളും കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായം. അങ്ങനെ കമ്മ്യൂണിറ്റി പോലീസിംഗ് ഒരു നല്ല സ്കീമായിരുന്നു. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും അതിനെ ശക്തിപ്പെടുത്താൻ തന്നെ നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതിന്റെ പര്യാപ്തമായ നിലയിൽ കമ്മ്യൂണിറ്റി പോലീസിംഗിനെ ശക്തിപ്പെടുത്താൻ ഉള്ള തീരുമാനം കൂടി നമ്മൾ എടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഫീഡ്ബാക്ക്, മൈ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് ശേഖരിക്കാനുള്ള സംവിധാനം. റേഞ്ച് ഡിഐജിമാരുടെ ചുമതലയിലുള്ള ഓരോ സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്കുകൾ ശേഖരിക്കാം. അപ്പൊ ഡിഐജിമാർ എന്ത് ചെയ്യണം? അവരുടെ കീഴിലുള്ള ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുക, വിവരങ്ങൾ മനസ്സിലാക്കുക. എത്ര പെറ്റീഷൻ വരുന്നു, എത്ര പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യുന്നു, ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, ഈ തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ളതും തെളിയിക്കുന്നതിനെ സംബന്ധിച്ചതുമായ കാര്യങ്ങൾ സ്വീകരിക്കുക. അത് വിലയിരുത്തിക്കൊണ്ട് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനിലെ SHOമാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നൽകുക എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ADGP ലോ ആൻഡ് ഓർഡർ ആയിരിക്കും മൈ പോലീസ് സ്റ്റേഷന്റെ കോർഡിനേറ്റർ. CP വിജയൻ ആയിരിക്കും അതിന്റെ കോർഡിനേറ്റർ. സംസ്ഥാന പോലീസ് മേധാവി ഈ പദ്ധതിയുടെ പ്രതിമാസ പ്രോഗ്രസ് റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കും. അതാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഏറ്റവും വലിയ പരാതി വരുന്നത് പലപ്പോഴും ഒരു പരാതി കൊടുത്തിട്ട് പരിഹാരം ഉണ്ടാവുന്നില്ല. ഈ ആളുകൾ വീണ്ടും വീണ്ടും ഈ പരാതിയുടെ പുറകെ നടക്കും. അപ്പം ഒരു മാസത്തിൽ എത്ര പരാതി കിട്ടി? അപ്പൊ DGPക്ക് അറിയാൻ പറ്റും. തന്റെ ഓഫീസിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് അറിയാൻ കഴിയും എത്ര FIR ഇട്ടു, എത്ര എണ്ണം തീർപ്പ് കൽപ്പിക്കുന്നു. അതാണ് പ്രധാനം. എത്ര എണ്ണം തീർപ്പ് കൽപ്പിക്കുന്നു, തീർപ്പ് കൽപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഇതൊരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ സ്പീഡി ഡിസിഷൻസ് ഉണ്ടാകും. ഒക്ടോബർ 2 മന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഹൈടെക് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന പരാതികൾ കൃത്യമായി അതിന് പരിശോധിച്ച് തീരുമാനമെടുക്കാനും അത് ആളുകളെ അറിയിക്കാനുമുള്ളൊരു നൂതന സംവിധാനം കൂടി, അത് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം, ഒരു നൂതന സംവിധാനം കൂടി ഒക്ടോബർ 2 നിലവിൽ വരാൻ പോവുകയാണ്. കാരണം നമുക്കൊരു പരാതി തന്നിട്ട് പിന്നെയും വരുന്ന ആളുകൾ എന്താ പറയുന്നത്? സാർ, അന്ന് ഞാൻ പരാതി തന്നിരുന്നു, ഒന്നും ആയില്ല. അപ്പം പൊതുജനങ്ങൾക്ക് പരാതി നൽകിയാൽ അവർക്ക് സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ചിലതിന് നമുക്ക് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല, കോടതി കിടക്കുന്നതായിരിക്കും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ പരാതി തരുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിലുള്ള പരാതി സോൾവ് ചെയ്ത് അവരെ അറിയിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഗ്രീവൻസസ് റിഡ്രസൽ, അത് പോലീസ് സ്റ്റേഷൻ മുതൽ ആഭ്യന്തരമന്ത്രി വരെയുള്ള ഓഫീസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ നമ്മുടെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനെ പറ്റിയുള്ള പോലീസിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ, പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഞങ്ങൾ പോലീസ് ട്രെയിനിങ്ങിലും കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഉള്ള നിർദ്ദേശം DGPക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പോൾ ആ സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസുകാരന് കൊടുക്കേണ്ട ട്രെയിനിങ്ങിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ സെൻട്രിക് റിഫോം എന്ന് പറയുന്നത്. ആ റിഫോമിലൂടെ ജനങ്ങൾക്ക് പരമാവധി സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
484 പോലീസ് സ്റ്റേഷനുകളും ഇപ്പം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓരോ പോലീസ് സ്റ്റേഷനും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചപ്പും ചവറും ഈ വർഷങ്ങളായി കിടക്കുന്ന പഴയ വാഹനങ്ങളും തുരുമ്പും ഇതെല്ലാം മാറ്റി പോലീസ് സ്റ്റേഷൻ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി ജനങ്ങൾ വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, പരമാവധി സ്ഥലങ്ങളിൽ അവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ളത് നൽകാനുള്ള സംവിധാനം, എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ കളർ, ഒരേ പെയിന്റ്, ഒരേ രീതി, ഒരേ സംവിധാനം. അപ്പോൾ ഓഗസ്റ്റ് 15 കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നവീകരിക്കപ്പെടുകയാണ്. ഒരേ പെയിന്റ് അടിച്ച് ഒരേ സാഹചര്യം ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന ഈ തുരുമ്പും പഴയ വാഹനങ്ങളെല്ലാം മാറ്റി വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ. ഇപ്പം മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഘടകമാണ്. ഇപ്പം തന്നെ ബാലരാമപുരത്ത് ജനങ്ങൾ മുന്നോട്ട് വന്ന് CI ഓഫീസ് പണിഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇറ്റ്സ് എ പീപ്പിൾ, ജനങ്ങൾക്ക് ആവശ്യമാണ് പോലീസ്, പോലീസ് ജനങ്ങളോടൊപ്പമാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ടാണ് സമഗ്ര പോലീസ് പരിഷ്കരണത്തിന് കേരള ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അല്ല, ഈ കുറ്റകൃത്യങ്ങളും അന്വേഷണവും രണ്ടാക്കണം എന്നുള്ളത് പണ്ടുതൊട്ടേ പോലീസിന്റെ ഒരു ശുപാർശയാണ്, പോലീസ് കമ്മീഷന്റെ ഒക്കെ. പക്ഷേ കേരളത്തിൽ അത് നടപ്പായിട്ടില്ല ശരിക്കും. കാരണം അതിന്റെ ആരുടെയും കുറ്റമല്ല, ആവശ്യത്തിനുള്ള പോലീസ് ഫോഴ്സ് നമുക്കില്ല അതിനുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണ് ജനസംഖ്യ ആനുപാതികമായി ആവശ്യത്തിനുള്ള പോലീസ് നമുക്കില്ല. ഉണ്ടെങ്കിൽ പോലീസ് കമ്മീഷന്റെ പല ശുപാർശകളിലും ഇത് പറയുന്നുണ്ട്, കുറ്റാന്വേഷണവും ക്രമസമാധാനവും രണ്ടാക്കണം. നല്ല കാര്യമാണ്, പക്ഷെ നമുക്കത് കഴിയാത്ത അവസ്ഥയാണ്. അപ്പം SHO എന്ന് പറയുന്നത് ഇനിയും പോലീസായിരിക്കും, SI ആയിരിക്കും. സൂപ്പർവൈസറി പൊസിഷനിലേക്ക് ഇപ്പോൾ CI പ്രവർത്തിക്കും. കാരണം നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. കാരണം ഒരു ജോലിയില്ലാതെ SIമാർ അവിടെ ഇരിക്കുന്നു, പുതിയ റിക്രൂട്ട് ചെയ്ത SIമാർ അവിടെ ഇരിക്കുന്നു, അവർക്ക് നിരാശ. CIമാരാണെങ്കിൽ അവർക്ക് നേരത്തെ 3-4 സ്റ്റേഷന്റെ സൂപ്പർവൈസറി ചുമതലയുണ്ടായിരുന്നു, അവരെ തരം താഴ്ത്തി SIയുടെ ജോലി ഏൽപ്പിക്കുന്നു, അവരും നിരാശ. ചുരുക്കത്തിൽ പോലീസ് സ്റ്റേഷൻ ആരും കാര്യമായി പ്രവർത്തിക്കാത്ത അവസ്ഥ. ഇതെല്ലാം പേഴ്സണലായി ഞാൻ തന്നെ നിയമസഭയിൽ നിരവധി തവണ പ്രതിപക്ഷത്തിനോട് പ്രസംഗിച്ച കാര്യമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവം അതാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കുറെ കൂടി ലോ ആൻഡ് ഓർഡർ കാര്യക്ഷമമാക്കാനും അതോടൊപ്പം തന്നെ കുറ്റാന്വേഷണം ശക്തിപ്പെടുത്താനും ഉള്ളൊരു മാർഗം ഇതാണെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ മാറ്റം. തീർച്ചയായിട്ടും ജനമൈത്രി പോലീസ് നല്ലൊരു കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് കൊണ്ടുവന്നു തോന്നുന്നു, അല്ലേ? അത് നല്ലതാണ്. ഞാൻ ആഭ്യന്തരമന്ത്രി ആയപ്പോഴും അത് തുടരുക ചെയ്ത്. നല്ല കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്, അത് ഇടയ്ക്ക് വെച്ച് ആ ഒരു തളർച്ചയുണ്ടായി ജനമൈത്രി പോലീസ്. കാര്യമായ ഒരു പ്രവർത്തനം നടന്നില്ല. പക്ഷെ അത് നടക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നല്ല കാര്യമാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകും.